ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജഡ്ജ്മെന്റ് ആയിരിക്കും. 4000 പേജുകളാണ് ആർഗ്യുമെന്റ് നോട്ടായിട്ട്. ജില്ലാ സെഷൻസ് കോടതിയുടെ മുന്നിലാണ്. ഇവിടെ വലിയ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് പോലീസിന്റെ നേതൃത്വത്തിൽ. കാരണം കോടതിക്കകത്തേക്ക് ആരെയും കടത്തിവിടുന്നില്ല. കോടതി ജീവനക്കാരെയും അഭിഭാഷകരെയും അതുപോലെ പോലീസ് ജീവനക്കാരെയും മാധ്യമപ്രവർത്തകരെയും മാത്രമാണ് തൽക്കാലം ഇപ്പോൾ അകത്തേക്ക്. നമസ്കാരം. 11 മണിയോട് കൂടിയിട്ടാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പറയുന്നത്. ഈ പ്രതികളെല്ലാം കുറ്റക്കാരാണോ, ആരെയൊക്കെ വെറുതെ വിടും എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ അറിയുവാൻ ഇനി 11 മണി വരെ എല്ലാവരും കാത്തിരിക്കണം. ഞാനിപ്പോൾ നിൽക്കുന്നത് ജില്ലാ സെഷൻസ് കോടതിയുടെ മുന്നിലാണ്. ഇവിടെ വലിയ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് പോലീസിൻ്റെ നേതൃത്വത്തിൽ. കാരണം കോടതിക്കകത്തേക്ക് ആരെയും കടത്തിവിടുന്നില്ല. കോടതി ജീവനക്കാരെയും അഭിഭാഷകരെയും അതുപോലെ പോലീസ് ജീവനക്കാരെയും മാധ്യമപ്രവർത്തകരെയും മാത്രമാണ് തൽക്കാലം ഇപ്പോൾ അകത്തേക്ക് കടത്തിവിടുന്നത്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിധിക്ക് ശേഷമായിരിക്കും ഒരു പക്ഷേ ഈ കോടതിയിൽ മറ്റ് കേസുകൾക്കായി എത്തിയിരിക്കുന്ന ആളുകളെയൊക്കെ കടത്തിവിടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ അവരുടെ ഒന്നും വാഹനമൊന്നും അകത്തേക്ക് കയറ്റുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ അല്പസമയത്തിനകം തന്നെ കോടതിയിലേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് അവരൊക്കെ അവരുടെ അഭിഭാഷകരുടെ ഒപ്പമായിരിക്കും വരിക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതിക്കുള്ളിൽ പോലീസുകാരും മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും കോടതി ജീവനക്കാരും മാത്രമേ നിലവിലുള്ളൂ. ഈ ഒരു കേസിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ 2017 ഫെബ്രുവരി 17 ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്നും തൃശ്ശൂരിൽ നിന്ന്, അതായത് ഷൂട്ടിംഗ് സ്ഥലമായ തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രയ്ക്കിടെ നടിയെ ആക്രമിച്ചത്. ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ വിധി പറയുക. 2019 കേസിൽ വിചാരണ നടപടി തുടങ്ങിയത്. 261 സാക്ഷികളെ വിസ്തരിച്ച കോടതി 1700 രേഖകളും പരിശോധിച്ചു. 2017 ഫെബ്രുവരിയിൽ അറസ്റ്റിലായ പൾസർ സുനിക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. വിചാരണ നടപടി വൈകുന്നതിൽ കടുത്ത അതൃപ്തി അറിയിച്ചാണ് സുപ്രീം കോടതി അന്ന് ജാമ്യം അനുവദിച്ചത്. അങ്കമാലി അത്താണിക്ക് സമീപം യുവനടിയുടെ കാർ തടഞ്ഞു നിർത്തി അതിക്രമിച്ചു കയറിയ പൾസർ സുനിയും സംഘവും ഈ നടിയെ ശാരീരികമായി ഉപദ്രവിക്കുകയും അപകീർത്തികരമായ വീഡിയോയും മറ്റും പകർത്തുകയുമായിരുന്നു. കേസിൽ 2017 ജൂലൈ 10 ദിലീപ് അറസ്റ്റിലായത്. പിന്നീട് ഒക്ടോബറിലാണ് ഉപാധികളോടെ ജാമ്യം ലഭിച്ചത്. ആദ്യം 7 പ്രതികളുണ്ടായിരുന്ന കേസിൽ പിന്നീട് ദിലീപിനെ 8ാം പ്രതിയാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിൻ്റെ ഹർജി ഏപ്രിലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു. എന്തായാലും 11 മണിയോട് കൂടിയിട്ടാണ് ഈ ഒരു കേസിൻ്റെ അന്തിമ വിധി വരാൻ പോകുന്നത്. ഇതിൽ ദിലീപ് ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇനി ഒരുപക്ഷെ വെറുതെ വിടുമോ നടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ദിലീപ് ഈ ഒരു കേസിൽ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമാ ജീവിതം തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കേസ് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകളൊന്നും തന്നെ വിജയിച്ചില്ല എന്നാണ് പൊതുവെയുള്ള ഒരു ആളുകൾ പറയുന്ന ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാം തകർന്ന് തരിപ്പണമായി ഈ ഒരു കേസ് വന്നതിന് ശേഷം. എന്തായാലും 11 മണിയോട് കൂടിയിട്ട് നമുക്കറിയാം ദിലീപ് കുറ്റവാളിയാണോ അതോ കോടതി വെറുതെ വിടുമോ എന്നുള്ള കാര്യം. കൊച്ചിയിൽ നിന്നും പ്രണവ് വിജയനൊപ്പം R പിയൂഷ്, മറുനാടൻ മലയാളി. എപ്രകാരമുള്ളതെന്ന് ജഡ്ജ്മെന്റ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കോൺസ്പിറസിയാണ് ഞങ്ങൾക്കെതിരെയുള്ള കേസ്. 5ഉം 6 പ്രതികൾക്ക് കോൺസ്പിറസി അവർ പ്രൂവ് ചെയ്യുന്നതായിട്ട് ജഡ്ജ് വന്ന ശേഷം പറയാം. ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജഡ്ജ്മെന്റ് ആയിരിക്കും. 4000 പേജുകളാണ് ആർഗ്യുമെന്റ് നോട്ടായിട്ട് വന്നിരിക്കുന്നത്. 1800 പേജ് പ്രോസിക്യൂഷന്റെ, മറ്റ് പേജുകൾ പ്രതികളുടെ. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജഡ്ജ്മെന്റ് ആയിരിക്കും. ഏറ്റവും വലിയ കൂടുതൽ എക്സ്റ്റന്റ് ഉള്ള കൂടുതൽ പേജസ് ഉള്ള ജഡ്ജ്മെന്റ് ആയിരിക്കും. എന്റെ 5ഉം 6ഉം, അതായത് സലിം പ്രതിയും 5ഉം 6 പ്രതികളിൽ ഒരിക്കലുമില്ല. കോൺസ്പിറസി തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ജഡ്ജ്മെന്റ് കൂടുതൽ സംസാരിക്കാൻ പാടില്ല. നേരിട്ട് പങ്കെടുത്തിട്ടില്ല. കൃത്യത്തിൽ 5ഉം 6ഉം പ്രതികൾ പങ്കെടുത്തിട്ടില്ല. പ്രോസിക്യൂഷന്റെ കേസ് ജഡ്ജി പറയട്ടെ, കോടതിയിൽ ഇരിക്കുന്ന കാര്യങ്ങൾ നമുക്ക്